നമസ്കാരം. മോഹൻലാലിൻ്റെ സ്വന്തം തിയേറ്ററായ ആലപ്പുഴയിലുള്ള ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന ലാൽപ്ലെക്സ് സിനിമാസ്. അതിൻ്റെ ഉള്ളിൽ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഷെഫായ ഷെഫ് സുരേഷ് പിള്ളയുടെ സഞ്ചാരി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്നും പറയും കുറച്ച് ആളുകൊണ്ട് വിചാരിക്കുകയാണ്. ഇവിടെ സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അത് കാരണം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളവിടെ പോയിട്ടുള്ളത്. അകത്ത് കയറുമ്പോൾ തന്നെ ഷെഫ് പിള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോകളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എല്ലാവരും ഉണ്ട്. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, സിനിമാ നടന്മാർ എല്ലാവരും ഉണ്ട്. ആംബിയൻസൊക്കെ ഗംഭീരമാണ്, അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന സമയമെന്ന് വെച്ചാൽ 12 മണിക്കും 12:30ക്കും ഇടയ്ക്കാണ്. അത് കാരണം വലിയ തിരക്കില്ല, ആരും ഇല്ലായിരുന്നു ചെല്ലുന്ന സമയത്ത്. ഒന്നോ രണ്ടോ ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞ ശേഷമാണ് അവിടെ ആൾക്കാർ വരുന്നത് തന്നെ. 12 മണിക്കും 12:30ക്കും ഇടയ്ക്കാണ് ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നാലും ഈ സമയത്ത് തിരക്ക് കാണാൻ സാധ്യതയില്ല. ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഊണും പൊറോട്ടയും അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിഷ് നിർവാണയാണ്. അപ്പോൾ സംഭവത്തിലേക്ക് കടക്കാം. ഇനി കൂടുതൽ ബോറടിപ്പിക്കാതെ ഭക്ഷണത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫിഷ് നിർവാണ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് തികച്ചും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സംഭവം വളരെ നിരാശയാണ് തോന്നിയത്. എന്തോ നമ്മുടെ ഒരു ടേസ്റ്റുമായിട്ടത് പറ്റിയില്ല. പിന്നെ പൊറോട്ടയ്ക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ചെറിയ മധുരം ഉള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മധുരം ഉള്ളതായിട്ട് തോന്നിയതല്ല, മധുരമുണ്ട്. പൊറോട്ടയ്ക്കാണോ ഇനി ഈ ഒരു ഫിഷ് നിർവാണയുടെ ഗ്രേവിക്കാണോ മധുരമെന്ന് എനിക്കറിയത്തില്ല. ഫിഷ് നിർവാണയും പൊറോട്ടയും കഴിച്ചപ്പോഴാണ് എനിക്ക് ആ മധുരം തോന്നിയത്. ഫിഷ് നിർവാണയ്ക്ക് അവർ ഈടാക്കിയ വില എന്ന് പറയുമ്പോൾ 760 രൂപയാണ്. ഈ 760 രൂപയുടെ സാധനം അതുണ്ടോയെന്ന് ചോദിച്ചാൽ അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണേ. സാധാരണക്കാരായ ആൾക്കാർക്കൊട്ടും പറ്റില്ല. ഈ ഒരു വിലയ്ക്കൊന്നും അവിടെ പോയി കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ബില്ല് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. ഈ മെനു കാർഡിൽ ഫിഷ് ഐറ്റംസിൻ്റെ ഒന്നും വില കാണത്തില്ല. മിക്കവാറും ഹോട്ടലുകളിലൊന്നും കാണാൻ സാധ്യതയില്ല. അതുപോലെ ഇവിടെ ഇല്ല. ബില്ല് വരുമ്പോഴായിരിക്കും അതിൻ്റെ വില നമ്മൾ അറിയുന്നത്. കാരണം സാധാരണക്കാർക്ക് പറ്റിയ ഇടമല്ല ഷെഫ് പിള്ളയുടെ ഹോട്ടലുകൾ. ഫിഷ് നിർവാണയും പൊറോട്ടയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഊണ് വളരെ ഗംഭീരമായിട്ട് അനുഭവപ്പെട്ടു. ഊണിൻ്റെ വില വരുന്നത് ഫിഷ് കറി ഉൾപ്പെടെ 145 രൂപയായിരുന്നു. എനിക്കൊരു ഇൻഫർമേഷൻ തരാനുള്ളത്, നിങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ, സീ ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. കേരളത്തിൽ ഒരാഴ്ച കൂടി ട്രോളിംഗ് നിരോധനമുണ്ട്. അത് കഴിയുമ്പോൾ ഫ്രഷ് മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വലിയ നമ്മുടെ ഇപ്പോൾ ചെറിയ വള്ളങ്ങളും ഇൻബോർഡ് വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഔട്ട്ബോർഡ് വള്ളങ്ങൾ. അപ്പോൾ അവർ പോകുമ്പോൾ മത്തി, അയില അങ്ങനെയൊക്കെയുള്ള മീനുകളാണ് കൂടുതലും കിട്ടുന്നത്. ചെമ്മീൻ കിട്ടും, ചൂട കിട്ടും. അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ ഇപ്പോൾ ഫ്രഷായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ച് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. വലിയ മീനുകൾ എനിക്ക് തോന്നുന്നു ഫ്രഷായിട്ട് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ശ്രദ്ധിക്കുക. നിങ്ങൾ ഷെഫ് പിള്ളയുടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.